ഗായ്സ്, അപ്പോൾ ഇന്നൊരു ചെറിയ ഈവനിങ് വ്ളോഗാണ്. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഗംഗപ്രസാദിനെ കാണാൻ പോവുകയാണ്. അയമോൾ കാണിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ഇഷ്ടം മൂപ്പർക്ക് ഇങ്ങനെ നടക്കുക, പുറത്തേക്ക് പോവുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അയക്കായാലും ലീസലിനായിരുന്നു. അപ്പോൾ ഉണ്ണികളായിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞാനാണ് ഗംഗപ്രസാദ്. മൂപ്പരെ കാണാനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അയമോളുടെ റിയാക്ഷൻ കാണാട്ടോ. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളവിടെ എത്തിയ സമയത്തായിരുന്നു ആനക്ക് അവർ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിലാണ് അവിടെ ഒരു ചെറിയ പൂച്ചക്കുട്ടി വന്നത്. പിന്നെ മൂപ്പര് ഫുള്ള് ആ പൂച്ചനായിട്ടുള്ള കളിയായിരുന്നു. ഈ ആനയെന്ന് വെച്ചാൽ ഞങ്ങളെ റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകണം കാണട്ടെ. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടം ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മൾ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് വന്ന് കാണാനും ഒക്കെ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് വരലുണ്ട്. ആയാണെങ്കിൽ ഇപ്പോൾ ആനനെ കാണാൻ വന്നൊക്കെ മറന്നു. ഇപ്പോൾ ഫുള്ള് പൂച്ചനായിട്ടാണ് കളി. മൂപ്പരിപ്പോൾ അതിന് ഇല കൊടുക്കുക, ആനക്കോ തെറ്റ ഇലൊക്കെ കൊടുക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, നല്ല രസമാണ് അവളുടെ കളികൾ കാണാൻ വേണ്ടിയിട്ട്. ആ പൂച്ചക്കുട്ടിയാണെന്ന് വെച്ചാൽ ഭയങ്കര ഇണക്കം നമ്മളെ മേല് വന്ന് കയറാം. നമുക്ക് വെച്ചാൽ എല്ലാവർക്കും പേടി, അവൾക്ക് ഒരു പേടിയില്ല. അപ്പം മാറ്റുമ്പോൾ അവൾക്ക് ഇടുന്ന് കരയും. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനേ സമ്മതിക്കണില്ല. ലേസറിനാണെങ്കിൽ ആനനെ കാണുമ്പോൾ പുതിയ പുതിയ കളികളും എക്സ്പ്രഷൻസ് ഒക്കെ. അവസാനം അവിടുത്തെ ആ ചേട്ടനെ പൂച്ചനെ മാറ്റിയപ്പോഴാണ് അയമോൾ അവിടെ നിന്ന് പോരാൻ സമ്മതിച്ചത്. അതുവരെ അവിടെ തന്നെ ഇരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ കാണുന്ന വലിയ കുളം. ആദ്യം അത് പ്ലെയിനായി കിടക്കായിരുന്നു. ഇപ്പം അതിന് ചുറ്റും കെട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം അതുപോലെ തന്നെ അവിടെ കുട്ടികളായാലും വലിയവരായാലും ഒക്കെ നീന്തൽ പഠിക്കാൻ വരുന്നുണ്ട്.